നമസ്കാരം. ഹൈ റേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം എത്രയാണ്, അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് 1000 വ്യൂസിന് ഇപ്പോൾ ഷോർട്സിൽ നമുക്ക് 1000 വ്യൂസ് കിട്ടുന്നു, അതിന് നമുക്ക് എത്ര രൂപ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു മുൻപായിട്ട് നമ്മൾ ഈ ചാനൽ ഉദാഹരണത്തിന് ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോയും, അതായത് ഈ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വീഡിയോ ചെയ്യുന്നതെല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്കൂടി ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിൻ്റെ ഒരു തുടക്കമൊന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ടു, അത് ഇപ്പോഴാണ് ഞാൻ തനിച്ചായിട്ട് വീഡിയോ ചെയ്യുന്നത്, നേരത്തെ വൈഫുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടിയ വ്യൂസ് എത്രയാണെന്ന് അറിയോ? ആദ്യത്തെ വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്, 8 വ്യൂ ആണ്. 8 വ്യൂ. ആ 8 വ്യൂ എങ്ങനെ അറിയുമോ? ആദ്യത്തെ വീഡിയോയ്ക്ക് എന്നെ 8 വ്യൂ കിട്ടി. അതെങ്ങനെയായിരിക്കും? ഇവിടെ ഞാൻ, വൈഫ്, അച്ഛൻ, പിന്നെ വൈഫിൻ്റെ അമ്മ, അച്ഛൻ, പെങ്ങൾ, അനിയൻ, പിന്നെ വീട്ടിലുള്ള ഒരാളും കൂടെ. അത് നമ്മുടെ ആൾക്കാർ മാത്രം, വേറെ ഒരാളും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് നിരാശരായിട്ടിരിക്കുക. ഇനി എന്നെ ചെയ്യുന്നത്? ഇതുമായിട്ട് നമുക്കിനി മുമ്പിലോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഒന്ന് ഓർക്കണം, അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഞാനും അവളും കൂടി ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് എത്രയായി വ്യൂ, എത്രയായി നോക്കി. ഉടനെ അവൾ വന്നിട്ട്, ചേട്ടാ ഇപ്പോഴും 5 വ്യൂ സ്ട്രക്കാണ് കേട്ടോ. ഉടനെ 5 6 ഏട്ടാ 6 വ്യൂ കിട്ടും, 6 വ്യൂ കിട്ടി. അത്ര എക്സൈറ്റ്മെൻറ്റാണ്. ഒരു വ്യൂ കൂടുമ്പോൾ തന്നെ നമുക്ക് അത്ര ഇതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ പിന്നെ യൂട്യൂബ് വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് ഇങ്ങനെ നോക്കുന്നു. അന്നേരം ഇത് തന്നെയാണ് പണി. നമ്മൾ നേരെ വേറൊരു വീഡിയോയിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്, അതായത് തുടക്കക്കാർക്കുള്ളൊരു പ്രോബ്ലമാണ്, മെയിൻ പ്രോബ്ലമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു വീഡിയോ കയറുന്നുണ്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. അതിനുശേഷം അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നു, എടി ഇതാണ് നോക്കി, 8 വ്യൂ ആയിട്ടോ, 8 വ്യൂ. അയ്യോ, ഇനി ആരെങ്കിലും നമ്മളെ കൂടെ വേറെ ആരെങ്കിലും കണ്ടോ? അപ്പം അങ്ങനെ ഒരു അവസ്ഥ. നേരെ സെക്കൻഡ് വീഡിയോ, രണ്ടാമത്തെ വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ടു. അതിന് ഓരോ അനക്കമില്ല. ആ 8 വ്യൂവിൽ സ്ട്രക്കാണ്. പിന്നെ അകത്തുനിന്ന് ഒരു വ്യൂ പോലും കയറുന്നില്ല. രണ്ടാമത്തെ വീഡിയോ ഇട്ടു, അതിനകത്ത് 10 വ്യൂ കിട്ടി. ആ 10 വ്യൂ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനും അനിയൻ്റെ വൈഫും, അതായത് കൊച്ചമ്മയും കൊച്ചനും. അങ്ങനെയാണ് രണ്ടാമത്തെ വീഡിയോ 10 വ്യൂ കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ വീഡിയോ ഇട്ടു. നമ്മളിങ്ങനെ എന്നിട്ട് കാര്യമില്ല, മൂന്നാമത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും 8 വ്യൂ. ഒരു കാരണവശാലും കയറുന്നില്ല. ഞങ്ങളാകെ പാടെ തളർന്നു. ഇനി ഇതിലുമായിട്ട് മുമ്പിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ? അന്നേരം ഒരുപാട് ഇതുപോലെ തന്നെ എന്നെപ്പോലെ പറയുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വന്ന് പറയുന്നു, നിങ്ങൾ വീഡിയോ തുടർച്ചയായിട്ട് ഇടൂ, നിങ്ങൾ വ്യൂസ് നോക്കിയിരിക്കരുതേ, നിങ്ങൾ വീഡിയോ തുടർച്ചയായിട്ട് ഇടുമെന്ന്. ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു? വീഡിയോ തുടർച്ചയായിട്ട് ഇടുന്നു. നാലാമത്തെ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് 12 വ്യൂ കിട്ടി. അതായത് 8 പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും, അതുകൂടാതെ ബാക്കി വേറെ ആരൊക്കെയോ കണ്ടു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂട്യൂബ് ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയാവുന്നത്. അത് തന്നെയല്ല, നമ്മുടെ ഇവിടെ നല്ലപോലെ കറണ്ട് പോകുന്നുണ്ട്, അതാണ് ഇടയ്ക്ക് കട്ടായത്. തന്നെയല്ല, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ? ചീവിടിൻ്റെ ഇവിടെ നിറയെ ചീവിടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പോട്ടെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു, പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ വീഡിയോ ഇട്ടിട്ട് എന്താ പറയുക, വ്യൂ പയ്യെ ഈ 8 എന്നുള്ളത് 12 ആകുന്നു, 15 ആകുന്നു, 20 ആകുന്നു, പിന്നെ 22 ആകുന്നു, പിന്നെയും വീണ്ടും എന്ത് ചെയ്യാം, 15 ആകുന്നു. ഇതങ്ങനെ തന്നെ മാറി വലിയൊരു കയറ്റമില്ല. ഒരു 100 വ്യൂസിന് പോലും മുകളിലേക്ക് ഒരു കയറ്റമില്ല. അങ്ങനെ നമ്മൾ വീഡിയോ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടേയിരുന്നു. എന്താ പറയുക, ഇത് പയ്യെ 100 കഴിയുന്നു, 200 കഴിയുന്നു, 500 കഴിയുന്നു. ചില വീഡിയോ നമുക്കൊരു ആ സമയത്ത് ഒരു 1K വ്യൂസ് കിട്ടുക എന്ന് പറയുന്നത് നമുക്കെന്തോ ഭയങ്കര ലോട്ടറി അടിച്ച പോലാണ്. ഒരു 1K വ്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിച്ച പോലാണ്. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു യൂട്യൂബറെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ 1K എന്ന് പറയുന്ന ഒരു നമ്പറേ അല്ല. അപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര നമ്പറാണ്, ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു വീഡിയോ 1K അടിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ പരം സന്തോഷമില്ല. അങ്ങനെ ഞാനും വൈഫ് കൂടെ എന്ത് ചെയ്തു, 1K അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമായിട്ട് 1K വ്യൂസാണ് കേട്ടോ, അതായത് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല, 1K വ്യൂസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ പോയി ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത്. അപ്പോൾ അത്രമാത്രം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു കേട്ടോ.
അങ്ങനെ 1K വ്യൂസ് കിട്ടി. വീണ്ടും അടുത്ത വീഡിയോ ഇട്ടു, അതിന് 150 വ്യൂ. പിന്നെ അടുത്ത വീഡിയോ വീണ്ടും അങ്ങനെ കുറയുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, വ്യൂ അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. പിന്നെ അത് 1K ആകുന്നു, 5K ആകുന്നു, 8K ആകുന്നു, അങ്ങനെ പല ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ എന്താ പറയുക, നമുക്ക് എപ്പോഴും ആ മുല്ലപ്പെരിയാറിൻ്റെ ടൈമിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു വീഡിയോ 1 ലാഖിന് മേളിൽ പോകുന്നു. അതിനുശേഷം അതാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇതിലേതെങ്കിലും ഒരു വീഡിയോ കൊളുത്തും ഇതിനകത്ത്. അതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ എന്താ പറയുക, ഏകദേശം ഒരു 10 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും, നമ്മൾ ചാനൽ തുടങ്ങി ഒരു 10 മാസമായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത്. ഇതിപ്പോൾ ഒരു സന്തോഷമുണ്ടോ? അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് വേണ്ടടുത്ത് നമുക്ക് 1200 സബ്സ്ക്രൈബേഴ്സായി. അതായത് 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 1200 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ടൈം വേണ്ടടുത്ത് നമുക്ക് 6000 അത്രയും കണ്ട് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു, മോണിറ്റൈസ് ആയി. നമ്മളൊന്നും ചെയ്യേണ്ട, യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇത് വരും, മെയിൽ വരും, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാം എന്നുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത്ര ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റായി. പിന്നീടാണ് ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ഓർക്കും എന്നാ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വ്യൂ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ ചടപട കിട്ടുമെന്നാണ് നമ്മൾ ഓർക്കുന്നത്. എവിടെ ഞങ്ങളിങ്ങനെ ഇരിക്കുക. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ആർട്ട് സീനൊക്കെ ആർട്ട് സീനിനെ പറ്റിയൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അതിനെപ്പറ്റി പറയാം. നമുക്ക് ഇതിന് ശേഷമൊക്കെ യൂട്യൂബ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൈസ കിട്ടുന്നത് ആർട്ട് സീൻ വഴിയാണ്. അങ്ങനെ ആർട്ട് സീനൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതായത് മോണിറ്റൈസേഷൻ കഴിഞ്ഞാണ് കേട്ടോ ആ പ്രൊസീജിയറൊക്കെ. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എത്ര ഡോളർ ആയെന്നൊക്കെ നമുക്ക് കാണിക്കും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ നമുക്ക് പിൻവലിക്കാവുന്ന കുറഞ്ഞത് ഒരു $100, അതായത് കുറഞ്ഞത് യൂട്യൂബിൽ $100 ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക കാത്തിരിക്കുക. അതായത് നമുക്ക് ചാനൽ മോണിറ്റൈസ് ആകുന്നത് നമുക്കൊരു പ്രശ്നമേ അല്ലെന്നുള്ളതാണ് നമുക്ക് അന്നേരം മനസ്സിലാകുന്നത്. ഇതെങ്ങനെ അതായത് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഇതെങ്ങനെ നമുക്ക് ഈ റവന്യൂ നേടാനാണ് പാട്, ഈ ക്യാഷ് കിട്ടാനാണ് പാട്. ഈ ക്യാഷ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, $100 ആകണ്ടേ, മനസ്സിലായോ? അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്. ഞങ്ങൾ ഓർക്കും ഇത് നടക്കുന്ന കാര്യം വല്ലതുമാണോ? കാരണം നമുക്കൊരു വീഡിയോ കാണുന്നു, ഓക്കെ, ഒരു വീഡിയോ എന്താ പറയുക ഒരു 1K ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന രൂപയെന്ന് പറയുന്നത് ഏതാണ്ട് 40-50 ആ റേഞ്ചിൽ, അത്ര അതായത് RPM അനുസരിച്ചിരിക്കും. ഒരു 40 രൂപ 50 രൂപ ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇന്ത്യൻ മണി. അതായത് അത് ഡോളർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുമില്ല, വെറും പോയിൻ്റ് സംതിങ് അല്ലേ വരത്തുള്ളൂ. അതായത് $1 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ 89 രൂപയാണ്. ആ $1 പോലും നമുക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് 1Kക്ക്, മനസ്സിലായോ? അപ്പോൾ അത്രയും പാടാണ്. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോ ഇത് നമുക്ക് എല്ലാം കിട്ടുമോ, പിന്നെ അതൊന്നും നോക്കിയില്ല, ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമുക്ക് മെയിൽ വരുന്നു, നിങ്ങൾക്ക് പൈസ പിൻവലിക്കാറായി. ഞങ്ങൾ അന്നേരമാണ് നമ്മൾ വണ്ടടിച്ച് പോകുന്നത്, പൈസ പിൻവലിക്കാറായി എത്ര പെട്ടെന്ന്. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് $113 എങ്ങാണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ, ഒരുമാതിരിപ്പെട്ട ആൾക്കാരും പറഞ്ഞു തരത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ ആൾക്കാരോട്, അതായത് മോണിറ്റൈസ് ആയ കുറേ യൂട്യൂബറിൻ്റെ അടുത്തൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൈസ കിട്ടുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്നത് ഇത് അതൊന്നും തോന്നരുത് ബ്രോ, ഇത് യൂട്യൂബ് പോളിസിയാണ്, യൂട്യൂബ് പോളിസിയിലുള്ള കാര്യമാണ്, നമുക്ക് കിട്ടിയ റവന്യൂ ഒരിക്കലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു. നമ്മൾ അറിയത്തില്ല, നമ്മൾ ഓർക്കുന്നത് അങ്ങനെ ആയിരിക്കാം. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതിനകത്തൊന്നും ഒരു കഥയില്ല. അത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പറയാതിരിക്കുന്നതാണ് ഓരോരുത്തർ. നമുക്ക് കിട്ടിയ കറക്റ്റ് എമൗണ്ട് നമുക്ക് പറഞ്ഞുതരാം. അതായത് $113 അങ്ങനെ ആയപ്പോഴാണ് നമുക്ക് പൈസ പിൻവലിക്കാവുന്നത്. അങ്ങനെ ഇന്ത്യൻ മണി അന്നത്തെ എനിക്ക് തോന്നുന്നത് 12 സംതിങ് ആണോ, ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. അതായത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, 12,000 ആണോ 13,000 രൂപയാണോ ഞങ്ങൾക്ക് ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടുന്നത്. 12 ആണെന്ന് തോന്നുന്നു, 12,000-13,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയുക യൂട്യൂബിൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഞങ്ങൾ അടുത്ത മാസമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്ര റവന്യൂ കിട്ടിയത് കറക്റ്റ് പറയുകയാണെങ്കിൽ 13 മാസം, രണ്ടാമത്തെ മാസം 8,000 രൂപ, 8,000 ആ റേഞ്ചോ അല്ല
അല്ല 9-9.5 അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. പിറ്റേ മാസം 10,000 രൂപ അങ്ങനെയാണ്. കാരണം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി, കറക്റ്റ് കാര്യം മനസ്സിലാവും. അതിനകത്ത് നമുക്കധികം വ്യൂസ് ഒന്നുമില്ല. അതായത് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ്, വീഡിയോ ഇടുന്നത് വളരെ മടിയാണ്, വളരെ കുറവാണ്. അതായത് 2-3 ആഴ്ചയൊക്കെ കൂടുമ്പം ചിലപ്പോൾ ഒറ്റ ഗ്യാപ്പാണ്, ചിലപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്നാൽ പോലും നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കാം. അതുപോലെ തന്നെ തംബ്നെയിൽ ആദ്യം ഞാൻ പറയുകയുണ്ടായിരുന്നു, നമുക്ക് ഷോർട്സ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ഷോർട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1000 വ്യൂസിന് നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് കറക്റ്റ് ഞങ്ങൾ അതിനെപ്പറ്റി ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പം എൻ്റെ വീഡിയോയ്ക്ക് കിട്ടുന്നത് ഒരു ഷോർട്സ്, ആ ഷോർട്സ് 1000 വ്യൂ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 0.63 പൈസയാണ്. മനസ്സിലായോ? 1000 വ്യൂസിന് 0.63 പൈസയാണ് ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ല, ഈ ഷോർട്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഷോർട്സിലൂടെ നമുക്ക് പെട്ടെന്ന് വ്യൂവും കയറ്റാം, സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൂടുതൽ കയറ്റാൻ പറ്റും. അങ്ങനെ കയറ്റിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ചാനൽ മോണിറ്റൈസ് ആക്കുക. മോണിറ്റൈസ് ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വീഡിയോ കൂടുതലിടാൻ ശ്രമിക്കുക. ഷോർട്സിന് പകരം വീഡിയോ ണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, വീഡിയോ കറക്റ്റായിട്ട് ഇടുക. വീഡിയോ കറക്റ്റായിട്ട് നമ്മൾ ഓരോ ദിവസം കറക്റ്റായിട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനലിന് മേളിലേക്ക് ഗ്രോത്ത് ഉണ്ടാകും, നല്ല രീതിയിൽ മുമ്പിലേക്ക് പോവുകയും ചെയ്യും. അത് 100% ഉറപ്പാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വീണ്ടും കറണ്ട് സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ മണാലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങളൊരു മണാലി ട്രിപ്പൊക്കെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നമ്മൾ ഇടാതിരുന്നത്, റവന്യൂ കുറഞ്ഞതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി കൂടുതൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും വീഡിയോസ് ഇടുക. എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും ചാനൽ മോണിറ്റൈസ് ആവട്ടെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് $100 ആയി കഴിയുമ്പോഴാണ് നമുക്ക് എമൗണ്ട് നമുക്ക് പിൻവലിക്കാവുന്നത്. അതായത് $100 എന്ന് പറയുമ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് 8,000 സംതിങ് രൂപയാണ്. അതായത് $1 89 അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് 8 ആ സംതിങ് അത്ര രൂപ ആയി കഴിയുമ്പോഴാണ് നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നത്. ഓരോ മാസവും അങ്ങനെ $100 ആണ്. അല്ലാതെ നമുക്ക് എത്ര ഈ മോണിറ്റൈസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എത്രയാവുന്നോ അന്നേരം നമുക്ക് പോയി ചെന്ന് പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. പക്ഷേ അതും ആയിക്കോളും. അതാണ് നമ്മൾ ആദ്യം ഓർത്തോട്ടെ, ഇതൊക്കെ ഭയങ്കര പാടാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്, വളരെ സിമ്പിളാണ്. നമ്മളൊന്നും നോക്കണ്ട, നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ നോക്കണ്ട. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക, കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ പുറകിനെ പോയിട്ട് ഇത് എത്ര വ്യൂ ആയതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ അടുത്ത വീഡിയോയ്ക്കുള്ള പ്ലാൻ ചെയ്യുക. അടുത്ത വീഡിയോയുടെ കണ്ടൻറ്റ് നമ്മൾ നോക്കുക. ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നമുക്ക് വിജയിക്കാൻ പറ്റും. കാരണം ഇതൊരു വലിയൊരു സംഭവമൊന്നുമില്ല, നമുക്ക് അടിച്ച് കയറാൻ